ജൽപാര എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ പ്രകാശ് എന്നു പേരുള്ള ഒരാൾ തല കുളിക്കുന്നതിനുള്ള ഷാംപൂ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പ്രകാശ് റീത്ത പൊടി നെല്ലിക്കയുടെ കൂടെ ചേർത്ത് തന്റെ കൈകൊണ്ട് തന്നെ ഷാംപൂ ഉണ്ടാക്കി അത് വിൽക്കുമായിരുന്നു. എന്താ ഇത്? നിങ്ങളുടെ ഷാംപൂ ഉപയോഗിക്കാൻ കൊള്ളുകയേയില്ല. എന്റെ തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളൊരു ഷാംപൂ വാങ്ങിയത്. പക്ഷെ ഇത് ഉപയോഗിച്ചതിന് ശേഷം എന്റെ തലമുടി കൂടുതൽ കൊഴിയാൻ വേണ്ടി തുടങ്ങി. ഇതൊക്കെ കുറച്ച് മെല്ലെ ജോലി ചെയ്യുള്ളൂ. കാരണം ഇത് മുഴുവനും ആയുർവേദം കൊണ്ടുണ്ടാക്കിയതാണ്. പിന്നെ ആയുർവേദം സാധനമൊക്കെ മെല്ലച്ചേ ജോലി ചെയ്യുള്ളൂ. പിന്നെ ഇത് എപ്പോഴും നമുക്ക് പ്രശ്നവും ഉണ്ടാവില്ല. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇതിന് പകരമായി ഞാൻ രമേശിന്റെ കയ്യിൽ നിന്നും നഗരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഷാംപൂ വാങ്ങും. ഒരുപക്ഷെ ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരുന്നാൽ ഞാൻ വേഗം തന്നെ തെരുവിൽ തന്നെ വന്ന് നിൽക്കുമല്ലോ. ആ രമേശ് എപ്പോ തൊട്ട് നഗരത്തിൽ പോയിട്ട് ഷാംപൂ വാങ്ങിയിട്ട് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ തൊട്ട് എന്റെ ജീവിതം ഈ പടകിൽ ഓട്ട വീഴുന്ന പോലെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകാശ് തന്നെ കടയിൽ നിന്നും ഇറങ്ങി രമേശിന്റെ കടയിലേക്ക് പോയി. എന്നിട്ട് അവരോട് എന്തു പറഞ്ഞെന്നോ? രമേശ്, എന്താണ് പറയൂ. സുരേഷ്, ഇല്ല, നീ പ്രകാശ് അല്ലേ? നമുക്ക് വീണ്ടും തൊട്ട് തുടങ്ങാം. പ്രകാശ്, നീ എന്തിനാ എന്റെ പേര് പറഞ്ഞ ഒച്ചക്കെന്ന്? നമ്മള് കളിച്ചോണ്ടിരിക്കുന്ന ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ആരുടെ പേരാണ് വളരെ ശബ്ദത്തോടെ പറയുന്ന ഗെയിമാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴിത് കളിയല്ലേ? എടാ, നിനക്ക് തീരെ ബുദ്ധിയേ ഇല്ലടാ. ഞാൻ നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് എന്തിന്, നീ കുറെ നേരം സംസാരിച്ചോ. നീ എപ്പോ വന്നിട്ട് നഗരത്തിലുള്ള ഈ ഷാംപൂ വാങ്ങിയിട്ട് ഇവിടെ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ തൊട്ട് ആരും ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഈ ആയുർവേദിക് ഷാംപൂ വാങ്ങുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ നീ കാലുകൊണ്ടുണ്ടാക്കിയ ഷാംപൂ വാങ്ങിച്ചോ, ആരെങ്കിലും വാങ്ങുന്നുണ്ടാവും. എന്തുപറ്റി, ചിരി വരുന്നില്ലേ? ഇതൊന്നും അത്ര മോശമായുള്ള കോമഡിയല്ലല്ലോ. അയ്യോ, ആദ്യം നീ തമാശ നിർത്തുവോ? ഞാൻ വളരെ മുഖ്യമായുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. പക്ഷെ നീ കോമഡി ചെയ്യാണല്ലോ. നീ ആദ്യം മര്യാദയ്ക്ക് ഈ നഗരത്തിൽ വാങ്ങിയ ഷാംപൂ ഒന്ന് നിർത്താൻ പറ്റുമോ? ഇത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവും. ആയുർവേദം ഷാംപൂ നീ വിൽക്കാൻ തുടങ്ങിക്കോ. ഞാൻ തന്നെ എന്റെ കൈ കൊണ്ടുണ്ടാക്കി നിനക്ക് തന്നേക്കാം. അത് ഞാൻ പകുതി വിലയ്ക്ക് തരാം. നീ നിന്റെ ആയുർവേദിക് ഷാംപൂ വിറ്റോണ്ടിരുന്നോളൂ. എന്നെ കൊണ്ടായി ആയുർവേദ ഷാംപൂ ഒന്നും വിൽക്കാൻ പറ്റില്ല. ഈ നഗരത്തിലുള്ള ഷാംപൂ വിൽക്കുന്നുണ്ട് എനിക്ക് നല്ല വ്യാപാരവും ആവുന്നുണ്ടല്ലോ. നീ പോയിട്ടേ ആ റീത്തയെ ആമന ചേർന്ന് അരച്ചോണ്ടിരുന്നോളൂ. ഇത് കേട്ടതും പ്രകാശ് അവിടെ നിന്നും പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മലയടിവാരത്തിലെ നെല്ലിക്ക മരത്തിൽ നിന്നും നെല്ലിക്കകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ ഞാൻ എന്റെ ജോലി വിടേണ്ടി വരുമല്ലോ. പക്ഷെ എനിക്ക് ഈ ഷാംപൂ ചെയ്യുന്നത് അറിയാതെ വേറെ ഒന്നും അറിയില്ലല്ലോ. ഷടാ, ഈ ചുരങ്ങ എവിടുന്ന വന്നത്? പ്രകാശിന് പെട്ടെന്ന് ഒരു തുരങ്കം കണ്ണിൽപ്പെട്ടു. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രകാശം അവന് മനസ്സിലായി. ഇതെന്താണ്? എനിക്കെന്തോ ഇത് സ്വർണ്ണോ വെള്ളിയോ തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, നമ്മൾ തന്നെ അങ്ങ് പോയേക്കാം. പ്രകാശ് ആ തുരങ്കത്തിനുള്ളിലേക്ക് പോയി. അവിടെ പ്രകാശമയമായ ആ സ്ഥലത്തേക്ക് അവൻ നടന്നു. അവിടെ അദ്ദേഹം കണ്ടത് അതൊരു നെല്ലിക്ക ചെടിയാണെന്നുള്ളതാണ്. ഇത് വളരെ അത്ഭുതമായുള്ള നെല്ലിക്ക ചെടിയാണല്ലോ. ഇത് ആദ്യം നമ്മൾ വീട്ടിലെടുത്തിട്ട് പോയേക്കാം. പിന്നെ ഇത് നമ്മുടെ ആയുർവേദിക് ഷാമ്പൂലിട്ട് നോക്കാം. പ്രകാശ് ഉടനെ അവിടെ നിന്നും ആ നെല്ലിക്ക ചെടി പിഴുതെടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് നെല്ലിക്കകളെടുത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന റീത്ത പൗഡറിന്റെ കൂടെ ചേർത്തു. എന്നിട്ട് ഒരു പുതിയ ഷാംപൂ ഉണ്ടാക്കി. പിന്നെ നടന്നത് അത്ഭുതമാണ്. ആ ഷാംപൂ അദ്ദേഹം തന്റെ കടയിൽ വിൽക്കാൻ തുടങ്ങി. അല്ല പ്രകാശ്, ഇതേത് ഷാംപൂ? ദൂരത്ത് നിന്ന് പോലും അതിൽ മിന്നുന്നുണ്ടല്ലോ. ഇത് പിന്നെ ഒരു തനിത്തുമയുള്ള ഷാംപൂ ആണ്. തലമുടിയിലെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും ഒറ്റ പ്രാവശ്യം ഇത് ഉപയോഗിച്ചാലും മതി, എല്ലാ പ്രശ്നവും തീർന്നു പോകും. എന്ത് സത്യമാണോ? ഈ ഷാംപൂ ഞാൻ ഉപയോഗിച്ചാൽ എന്റെ തലയിലുള്ള പാനും താരനും എല്ലാം പോകുമെന്നാണോ? അതാണോ പറയുന്നത്? ആ, തീർച്ചയായും മുഴുവനായിട്ട് പോവല്ലോ. നിങ്ങൾ ആദ്യം ഒന്ന് ഉപയോഗിച്ചു നോക്ക്. അപ്പൊ എനിക്ക് ഒരു കവറിലിട്ട് ഈ ഷാംപൂ എനിക്ക് തരൂ. പ്രകാശ് ആ ഷാംപൂ ഒരു സഞ്ചിയിലിട്ട് കൊടുത്തു. പിന്നീട് ആ സ്ത്രീ ആ ഷാംപൂ എടുത്തുകൊണ്ടുപോയി തന്റെ തലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ ഏതൊരു ആലോചനയിൽ പറഞ്ഞുപോയി ഈ ഷാംപൂ വന്നിട്ട് പെയിനൊക്കെ അങ്ങ് എടുത്തേക്കുന്നു. പക്ഷെ ഈ ഷാംപൂ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ലല്ലോ. അപ്പോഴാണ് ആ ഷാംപൂ വാങ്ങിക്കൊണ്ടുപോയ സ്ത്രീ പ്രകാശിന്റെ കടയിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ അവരുടെ തലമുടി ചുവന്ന നിറത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇവര് മുടി ചോപ്പായിട്ടുണ്ടല്ലോ. ഇന്ന് ഞാൻ പെട്ടു മോനെ. പ്രകാശ്, എന്നോട് ക്ഷമിക്കൂ.
നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഈ ഷാമ്പു ശരിക്കും വളരെ നല്ലതാണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ പിന്നെ എന്റെ തലയിലെ പേനെല്ലാം പോയി. അതുമാത്രമല്ല, എന്റെ തല മുഴുവൻ ചുവന്ന നിറത്തിലായിരുന്നെങ്കിൽ എത്ര ഭംഗിയുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേയുള്ളൂ. അപ്പോൾ എന്റെ തലമുടി പെട്ടെന്ന് ചുവന്ന നിറമായി. ശരിക്കും ഇതൊരു മാജിക് ഷാമ്പു തന്നെയാണ്. അങ്ങനെയാണോ? ശരിക്കും ഈ ഷാമ്പു മായ ഷാമ്പു ആണോ? എന്താ, നിങ്ങൾക്ക് ഈ കാര്യം അറിയില്ലേ? ഇല്ലില്ല, ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്. എനിക്കറിയാതെ എങ്ങനെ പോവും? അതൊക്കെ വിടൂ. ഈ തലമുടിയിൽ എന്നെ കാണാൻ ഞാൻ നല്ല സുന്ദരിയല്ലേ? നിങ്ങള് വളരെ ഭംഗിയായിട്ടുണ്ട്. മറ്റൊരു സ്ത്രീയെ ഇങ്ങനെ നോക്കാൻ നിങ്ങൾക്കെന്താ നാണമാവുന്നില്ലേ? പക്ഷേ നിങ്ങളാണല്ലോ. ശരി, അത് വിടൂ. എനിക്ക് ഒരു ഷാമ്പു കൂടി വേണം. എന്റെ ഭർത്താവിന്റെ തലമുടിയും ഇതുപോലെയാക്കി മാറ്റണം. പ്രകാശ് മറ്റൊരു ഷാമ്പു എടുത്ത് ആ സ്ത്രീക്ക് ഒരു സഞ്ചിയിലാക്കി കൊടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് പോയി ആ നെല്ലിക്ക ചെടിയെ തന്റെ വീട്ടുമുറ്റത്ത് തന്നെ കുഴിച്ചിട്ടു. എന്നിട്ട് കുറച്ച് നെല്ലിക്കകൾ കൂടിയെടുത്ത് പുതിയ ഷാമ്പു ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ അദ്ദേഹത്തിന്റെ ഷാമ്പു കടയിലേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഒഴുകിയെത്തി. അദ്ദേഹത്തിന്റെ ദിവസവുമുള്ള വരുമാനം കൂടിക്കൂടി വന്നു. പ്രകാശ്, അന്തിയാരാ? എനിക്കെന്തോ നമ്മളെ ശബ്ദമായിട്ട് പേര് വിളിക്കുന്ന കളിയാ വിചാരിച്ചത്. ഇല്ല, ഞാൻ നിന്നടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആ, പറയൂ. അത് കേൾക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അതേപോലെ തന്നെ ഷാമ്പു വേണം. കാരണം നിനക്ക് ഒരു ഭ്രാന്താണ്. അതിനല്ലേ? നീ ഒന്നിനും വിഷമിക്കണ്ട. ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഷാമ്പു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? സത്യമാണോ? പക്ഷെ അതിനു വേണ്ടി നീ എനിക്ക് 2 മടങ്ങ് കാശ് തരണം. നീ എപ്പോ തൊട്ട് ആ കെമിക്കൽ ഷാമ്പു വിൽക്കുന്നുണ്ടോ അതുവരെ ഞാൻ കുറെ കഷ്ടങ്ങൾ അനുഭവിക്കാനുണ്ട്. നിനക്ക് എന്നെ ഓർമ്മയുണ്ടാവും. പിന്നെ ഞാൻ പറയുന്ന കേക്ക്, നീ നിന്റെ കെമിക്കൽ ഷാമ്പു വിൽക്കുന്നത് നിർത്തിയേക്ക്. പിന്നെ വേറെ എന്തെങ്കിലും വിൽക്കാൻ തുടങ്ങിക്കോ. നീ ഇപ്പൊ പറയുന്നത് വളരെ ശരിയാണ്. ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ആ ഷാമ്പു വിൽക്കുന്നത് പകരം സിറ്റിയിലുള്ള സോപ്പ് വിൽക്കാന്ന് വിചാരിക്കുന്നു. ശരി പ്രകാശ്, നീ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കാം. തരൂ, എനിക്ക് ആ ഷാമ്പു തന്നേക്ക്. പ്രകാശ് രമേശിനും തന്റെ ഷാമ്പു വിറ്റു. എന്നിട്ട് ആലോചിച്ചു, ഈ ഷാമ്പുവിന്റെ കൂടെ സോപ്പ് കൂടി വിൽക്കാൻ അദ്ദേഹം ആലോചിച്ചു. ഒരു പക്ഷേ ഞാൻ ഈ മായ നെല്ലിക്കനെ സോപ്പിലും കലർന്ന് വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇന്നും കുറെ വരുമാനം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ആ സോപ്പിനെ 2 മടങ്ങായിട്ട് എനിക്ക് വിൽക്കാനും പറ്റും. പിന്നെ എനിക്ക് കുറെ പണം ഉണ്ടാക്കാം. പ്രകാശ്, ഞാനും കണ്ടോണ്ടിരിക്കുകയാണ് ഈ ഗ്രാമത്തിലുള്ളവരുടെ എല്ലാവരും തലമുടിയും കളറായിട്ടുണ്ടല്ലോ. പക്ഷേ തലക്കെട്ട് കെട്ടുന്നവർക്ക് എന്തിനാ നിൽക്കേണ്ടത്? നിങ്ങളൊന്നും വിഷമിക്കണ്ട മുതലാളി. ഞാൻ നാളെ തൊട്ട് സോപ്പും വിൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ നിറവും അങ്ങനെ കളറായിട്ട് മാറും. പിന്നെ ഈ വയസ്സായ മുഖമൊക്കെ ഒരു ചെറിയ ചെക്കനെ പോലെ തന്നെ മാറിയേക്കും. എന്ത് സത്യമാണോ? അങ്ങനെ വെച്ചാൽ നീ വേഗം തന്നെ ആ സോപ്പ് വിൽക്കാനുള്ള വ്യാപാരം നീ തുടങ്ങിക്കോളൂ. നിന്റെ അടുത്ത് നിന്ന് ആദ്യത്തെ സോപ്പ് ഞാൻ തന്നെ അങ്ങ് വാങ്ങിച്ചോളാം. അതുമാത്രമല്ലാതെ ഞാൻ കാണാൻ നല്ല ഭംഗിയായിട്ടും ഉണ്ട്. എന്നാലും ആ സോപ്പ് ഞാൻ തീർച്ചയായിട്ടും വാങ്ങിച്ചോളും. ഇന്ന് തന്നെ എല്ലാം നെല്ലിക്കാൻ വെച്ചിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കിയേക്കാം. ഗ്രാമത്തിലുള്ളവരെല്ലാവർക്കും വിറ്റിയേക്കാം. പിന്നെ വിറ്റതിന് ശേഷം വരുന്ന കാശ് വെച്ചിട്ട് ഞാൻ വീട്ടിൽ വെറുതെ അങ്ങ് ഇരുന്നേക്കാം. നന്നായിട്ട് കഴിച്ചേക്കാം. നെല്ലിക്കകളെല്ലാം എടുത്ത് പ്രകാശ് സോപ്പും ഉണ്ടാക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം മുതൽ അതും വിൽക്കാൻ തുടങ്ങി. ആ ലേഡി കസ്റ്റമർ പിറ്റേ ദിവസവും കടയിലേക്ക് എത്തി. അല്ല, ഇതെന്താണ് പ്രകാശ്, നിങ്ങൾ സോപ്പും വിൽക്കാൻ തുടങ്ങിയോ? ഈ സോപ്പും മാജിക് സോപ്പാണോ? അതെ, ഈ സോപ്പ് മായമായ സോപ്പാണ്. ഇത് ഒരാളുടെ ഭംഗി എന്തളവ് ഭംഗിയാക്കുന്ന വെച്ചാൽ ഇത് ഒരാളെ കൊച്ചിനെ പോലെ അങ്ങ് ആക്കിയേക്കും. അങ്ങനെയെങ്കിൽ ശരി, ഈ സോപ്പും എനിക്ക് വേണം. അതിന് എത്ര വിലയാണെങ്കിലും ശരി, ഞാനിത് എന്തായാലും വാങ്ങും. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും പ്രകാശിൽ നിന്നും സോപ്പും വാങ്ങാൻ തുടങ്ങി. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ തന്നെ പ്രകാശ് ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും വിറ്റ് തീർന്നു. പിറ്റേ ദിവസം രാവിലെയായി. ഗ്രാമത്തലവൻ പ്രകാശിന്റെ കടയിലേക്ക് കയറി വന്നു. ചേട്ടാ, ഇതെന്താ മുതലാളി എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വരുന്നത്? പിന്നെ അയാളുടെ ശരീരത്തില് എന്താ ഇങ്ങനെയൊക്കെ മുടി വരുന്നത്? പ്രകാശ്, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ കുളിക്കാൻ വേണ്ടി നീ എനിക്ക് ഏത് സോപ്പ് തന്നിട്ടുണ്ടോ അതുകൊണ്ട് എന്റെ ശരീരം മുഴുവനും മുടി വളർന്നിട്ടുണ്ട്. അതൊന്നും എനിക്കൊന്നും അറിയില്ല. എന്റെ പണം നീ തിരിച്ചു തന്നേ പറ്റുള്ളൂ.
ഗ്രാമത്തലവൻ ഇങ്ങനെ പറഞ്ഞതും കുറച്ചു സമയത്തിനുള്ളിൽ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. അവരുടെ ശരീരം മുഴുവൻ മുടി വളർന്നിട്ടുണ്ടായിരുന്നു. നീ എന്നെ കരടിയാക്കി മാറ്റിക്കളഞ്ഞല്ലോ പ്രകാശ്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇനി മറ്റുള്ളവരെല്ലാം എന്നെ എന്തു വിളിക്കും? ഇതെല്ലാം നിന്റെ കാരണം കൊണ്ടാണ്. നീ ഞങ്ങളുടെ എല്ലാവരുടെ പക്കൽ നിന്നും സോപ്പിന് വേണ്ടി ഒരുപാട് കാശ് വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു താ വേഗം. അതെ, ഞങ്ങളുടെ പണം തിരിച്ചു തന്നേക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഈ സോപ്പ് വെച്ചിട്ട് ഞങ്ങൾ കുഴിച്ചു മൂടും. ആ, ഞങ്ങളുടെ പണം നീ തിരിച്ചു തന്നേക്കണം. ഇല്ലെങ്കിൽ നിനക്ക് ഈ സോപ്പ് ഞങ്ങൾ പൂശി തരും. ശരി ശരി, ഞാൻ എല്ലാ പൈസയും തിരിച്ചു തന്നേക്കാം. പ്രകാശ് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കുമായി വാങ്ങിയ പണം തിരിച്ചു കൊടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നെല്ലിക്കകൾ യാതൊന്നുമില്ല. ഷാംപൂ തയ്യാറാക്കാൻ വേണ്ടി മാത്രമല്ല, സോപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുമില്ല. ഞാൻ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. ഞാൻ അത്യാഗ്രഹം കൊണ്ട് പൊട്ടനായി. ഞാൻ വീണ്ടും തന്നെ എന്റെ ആയുർവേദിക് ഷാമ്പൂവിനെ ഉണ്ടാക്കാൻ തുടങ്ങാം. എന്റെ മനസ്സിൽ ഇനി അത്യാഗ്രഹം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നേയില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സ്വാർത്ഥത വളരെ മോശമാണ്. സ്വാർത്ഥത മൂലം നമ്മൾക്ക് കണ്ണു കാണാൻ പറ്റില്ല. ഏറ്റവും അവസാനം അതിന് നമ്മൾ കഷ്ടത അനുഭവിക്കും.